മിണ്ടാതിരിക്കടി. ചെന്ന് സിഗരറ്റ് വാങ്ങിക്കൊണ്ട് വാ. ശ്യാമേ, ശ്യാമേ നോക്ക്, എന്നെ രക്ഷിക്ക് ശ്യാമേ. ശ്യാമേ, അവരെന്നെ കൊല്ലും. അമ്മേ, അമ്മേ, അവരെന്നെ കൊല്ലും അമ്മേ. അഗി, അവരെന്നെ ഉപദ്രവിക്കാൻ വരിക, അവരെന്നെ കൊല്ലും. എന്നെ രക്ഷിക്കാഗി. അവളെങ്കിൽ വിട്ടേക്ക്, ഞങ്ങൾക്ക് വേണം. സാറേ, എന്നെ നോക്കി പേടിപ്പിക്കാൻ നോക്കണ്ട. ഇവളെ എനിക്കിപ്പോ സ്വന്തമാ. ഇവളുടെ അമ്മ ഇവളെ 10 ലക്ഷം രൂപയ്ക്ക് എനിക്ക് വിറ്റതാ. ഇവളെ എനിക്കിങ്ങ് വിട്ടു തന്നേക്ക്. എന്നിട്ട് എല്ലാവരും നടികേടാണ്ടെങ്കിൽ രക്ഷപ്പെട്ടോ വേഗം. ശ്യാമേ, നിന്നെ പോലൊരു പെണ്ണല്ലേ ഞാൻ. എന്നെ രക്ഷിക്ക്. എന്താ ഇതൊക്കെ? ഒന്നും പറയണ്ട ശ്യാമേ, പറ്റിപ്പോയി. എല്ലാം എന്റെ തെറ്റാ. ഞാൻ ചെയ്ത അഹങ്കാരത്തിന് എനിക്ക് കിട്ടിയ ശിക്ഷയാ. എന്റെ മമ്മി, ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചതാ. ഒടുവിൽ അവരെന്നെ 10 ലക്ഷം രൂപയ്ക്ക് വല്ലാത്ത ചതി അവർ ചെയ്തത്. ഇപ്പൊ ഞാൻ ഇയാൾക്ക് അടിമയാ.
എന്നെ പിടിച്ചോണ്ട് പോവാതെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക് ശ്യാമേ, പ്ലീസ്. ഈ സ്ത്രീകളെ വിളിച്ചോണ്ട് പെട്ടെന്ന് സ്ഥലം വിട് സാറേ. ഈ സ്ഥലം അല്പ പെശക. ഇല്ലെങ്കിലോ? അഖി വേണ്ട, വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. അത് പറ്റില്ലല്ലോ. ഏതൊരു സ്ത്രീ ആയാലും ശരി, അങ്ങനെ പിടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞ അത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. എന്നാ നമുക്ക് നോക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് എതിർത്ത് നോക്ക്. ഇവിടെ വാടി. വരാൻ. വരാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് വാടി. വരാൻ. എന്റെ കൈ വിട. എന്നെ വിട. അഖി. അഖി. വരാൻ. വേഗം നടക്കടി. അഖി. നടക്കാൻ. അഖി, മോനെ വേണ്ടടാ. ഇടിക്കടാ. ഓടിച്ച് കൊല്ലണവനെ. ശ്യാമേ, ഇത് അഖിയെ കൊണ്ട് മാത്രം പറ്റില്ല. നീ വേഗം പോലീസിനെ വിളിക്ക്, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അഖി സൂക്ഷിച്ച്. അഖി. ശരി സർ, പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, മര്യാദക്ക് പറഞ്ഞ നീ കേക്കില്ലല്ലേ? അഖി, ഞാൻ പറയുന്ന കേക്ക്. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോടോ. അഖിൽ സർ, സർ. മോളെ, കുഴപ്പമില്ല. ഓടാ. ഓടിക്കോടാ. അയ്യോ. അമ്മേ, ഞാൻ ചെയ്തു പോയ തെറ്റിനെല്ലാം മാപ്പ്. എന്റെ അഹങ്കാരം എല്ലാം തീർന്നു ശ്യാമേ. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ഞാനിപ്പോ പശ്ചാത്തപിക്ക. ഒടുവില് ഞാനിപ്പോ ഒരു ഗതിയില്ലാത്തവളായി. മാപ്പ്. അഖി, എന്റെ പൊന്നനിയ, ഈ ഏട്ടത്തിയോട് നീയെങ്കിലും പൊറുക്ക്. 100 വട്ടം മാപ്പ്. അമ്മ, ഞാൻ സത്യത്തിൽ ഇപ്പൊ പട്ടിണിയാ. എന്റെ കയ്യിലൊരു രൂപ എടുക്കാനില്ല. അക്കൗണ്ട് കാലിയ. രക്ഷിക്കമ്മേ. ശ്യാമേ, എന്നെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ അമ്മയോട് പറ ശ്യാമേ. അല്ലെങ്കിൽ ആ ഗുണ്ടകള് വീണ്ടും വരും. അവരെന്നെ കൊല്ലും. അല്ലെങ്കിൽ തന്നെ 10 രൂപ പോലും കയ്യിലില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കാനാ? ഓക്കെ, ക്യാഷാണ് പ്രശ്നമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷ് ഇടാം. വലിയ ഉപകാരം ശ്യാമേ.
ഒരു 10 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് കിട്ടണം. 10 ലക്ഷം? 10 ലക്ഷം? അത് പറ്റില്ല. ഒരു 5 ലക്ഷം രൂപ തരാം. ഏയ് ശ്യാമേ വേണ്ട. അത്രേ ഉള്ളോ? നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ മറന്നിട്ടല്ല, ഒരു മനുഷ്യത്വത്തിന്റെ പേരില്. അത് മറക്കണ്ട. ശ്യാമ, അത് സാരമില്ലമ്മേ. ഓരോ ആളുകൾ ചെയ്യുന്നതിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കും. ഏയ് ശ്യാമേ. ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. താങ്ക്സ് ശ്യാമേ, നിനക്ക് നല്ലതേ വരൂ. ഇവിടെ എന്താ പ്രശ്നം? ആരാ ഫോൺ ചെയ്തേ? അത് ഞാനാ. കുറെ ഗുണ്ടകള് ഒരു സ്ത്രീയെ ഓടിക്കുന്നത് കണ്ട് പോലീസിൽ ഇൻഫോം ചെയ്തതാ. എന്നിട്ട് ഗുണ്ടകൾ എവിടെ? അവരെ ഓടിച്ചുവിട്ടു മാഡം. അത് നന്നായി. ആരെയാ ഗുണ്ടകൾ ഓടിച്ചേ? എന്താ കാര്യം? അത് എന്നെയാ. എന്താ കാര്യം? വെറുതെ ഗുണ്ടകൾ ഓടിക്കില്ലല്ലോ. എന്താ പ്രശ്നം? അത് പറയ്. മാഡം, അതൊരു വലിയ കഥയാ. കഥയൊന്നും കേൾക്കാൻ നേരമില്ല. എന്താ സംഭവിച്ചത്? ചുരുക്കി പറയ്. ആ, മാഡം, ഇത് എന്റെ ഭർത്താവിന്റെ അമ്മയാ. ഇത് അനിയൻ. ഇത് എന്റെ അനിയന്റെ ഭാര്യ ശ്യാമ. ശ്യാമ ആർക്കാ അറിയാത്തത്? ബാക്കി പറയ്. ഈ നിൽക്കുന്ന വസുന്ധരാമയുടെ 2ാമത്തെ മകന്റെ ഭാര്യ ഞാൻ. അത് ഓക്കെ. എന്നിട്ട് നിങ്ങളെ മാത്രം എന്തിനാ ഗുണ്ടകൾ ഓടിച്ചത്? അത് മാഡം, ഒരു കാരണമില്ലാതെ ഇവരെല്ലാരും കൂടി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇപ്പോ എന്റെ കാര്യം കഷ്ട. ആരോരും ഇല്ലാതെ ഒരു വാടക വീട്ടില് നരകിച്ച് കഴിയോ ഞാൻ. മാഡത്തിന് അറിയാലോ, ഈ വിജനമായ സ്ഥലത്ത് ഒരു വാടക വീട്ടില്, അതും എന്നെ പോലെ സുന്ദരിയായ ഒരു പെണ്ണ് ഒറ്റയ്ക്ക്. ഇനി അവിടെ കഴിയാൻ എനിക്ക് പേടിയാ. ആ വാടക വീട്ടില് ഒറ്റയ്ക്ക് കഴിയാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ശരിക്കും പേടിയാ മാഡം. ഈ പറയുന്നതൊക്കെ ശരിയാണോ? അയ്യോ അയ്യോ മാം, ഒരു വീട്ടിൽ നിർത്താൻ പറ്റാത്തത്ര തെറ്റാ ഈ നിൽക്കുന്ന ഐശ്വര്യ ചെയ്തേ. അതാ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നേ. അപ്പൊ ഇവര് പറയുന്നത് ശരിയാണോ? ഇവരെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അല്ലേ? മാഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരുടെ മോൻ, അതായത് എന്റെ ഭർത്താവ് അരുണ തെറ്റ് ചെയ്തത്. ഏയ് എന്റെ ഭർത്താവ് എന്നെ ചതിക്കായിരുന്നു. അയാൾക്ക് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഭാര്യയും കുഞ്ഞുണ്ടായിരുന്നു. ഈ പറയുന്നത് ശരിയാണോ? അത് പിന്നെ ശരിയാണോന്നാ ചോദിച്ചത്. അത് മാഡം, അതൊരു ചതിയായിരുന്നില്ല. ആ സത്യം അരുണേട്ടനും വീട്ടിലാർക്കും അറിയില്ലായിരുന്നു. മാഡം, ഞാൻ അക്കാര്യം എതിർത്തു. അതാ എല്ലാവരും കൂടെ മനഃപൂർവ്വം എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത്. മാഡം, എനിക്കിപ്പോ എന്റെ ഭർത്താവിനൊപ്പം ആനന്ദ നിലയത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. അല്ല മാഡം, ഇവരുടെ മമ്മിയും ഒപ്പം ഉണ്ടായിരുന്നു. ആ, ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. മമ്മി UK തിരിച്ചുപോയി. മാഡം, പ്ലീസ് ഇവരോടൊന്ന് പറ. ഈ കാറില് ഞാൻ ഇവരോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവാം. പ്ലീസ് മാഡം. നിങ്ങൾ 3 പേരുമാണ് തീരുമാനം പറയേണ്ടത്. നിയമപരമായി ഇവർ നിങ്ങളുടെ മകന്റെ ഭാര്യ. അപ്പൊ ഇവര് കഴിയേണ്ടത് ഭർത്താവിനൊപ്പം. മാഡം, ഇവളിതാ ഈ നിൽക്കുന്ന ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വിഷം കൊടുത്ത് ഇല്ലാതാക്കാൻ നോക്കിയവളാ. അയ്യോ മാഡം,
പച്ച കള്ളോ പറയുന്നേ, വിശ്വസിക്കരുത്. അല്ല മാഡം, സത്യം. തെളിവുണ്ടോ? അല്ല, അത് അതില്ല മാഡം. മാഡം, ഇവള് സ്വന്തം ഗർഭപാത്രം പോലും ആരും അറിയാതെ റിമൂവ് ചെയ്ത് കളഞ്ഞതാ. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ തെളിയിക്കേണ്ടതേ കോടതിയില്ല. തൽക്കാലം നിങ്ങൾ ഇയാളെ ഒപ്പം വീട്ടിലേക്ക് കൊണ്ടുപോവുക, അതാണ് നല്ലത്. ഏയ്, ഒരു കുടുംബജീവിതമാ. കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ നോക്കുക. പറ്റിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുക, അതാണ് നല്ലത്. മാഡം, അത് അല്ല മാഡം, ഇനി കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ മകന്റെ ഭാര്യ ഭർത്താവിനൊപ്പമാ താമസിക്കേണ്ടത്. മനസ്സിലായോ? ആദ്യേട്ടാ, അരുണേ, അശ്വതി, ഒന്ന് വേഗം വന്നേ. എന്താ അമ്മേ അകത്തേക്ക് കയറാതെ ഇവിടെ തന്നെ നിൽക്കുന്നേ? വാ, നമുക്ക് അകത്തേക്ക് കയറാം. വാ അമ്മേ, അകത്തേക്ക് കയറാം. ശ്യാമേ, വാ, അകത്തേക്ക് പോവാം. ഓ പാവം, മുഖം കണ്ടിട്ട് വല്ലാത്ത ക്ഷീണം പോലെ ഉണ്ടല്ലോ. ഞാൻ ഓർത്തില്ല, ഗർഭിണിയാണല്ലേ? ആ, ഈ ഗർഭിണികളെ മുഖം വീർപ്പിച്ച് നിന്നൂടാ. എപ്പോഴും സന്തോഷായിട്ടിരിക്കണം, അല്ലമ്മേ? അതല്ലേ അമ്മ ഉപദേശിക്കാറുള്ളത്, ശരിയല്ലേ അമ്മേ? ഓ, അത് മറന്നു. ഇതൊക്കെ പറയാൻ ഞാൻ ഗർഭിണിയല്ലല്ലോ. അഖി, നീയും ഇങ്ങനെ വിഷമിച്ച് നിന്നാലോ? വാ, ഞാനല്ലേ വിളിക്കുന്നേ, ധൈര്യമായിട്ട് വാ. നിങ്ങൾക്കെല്ലാം വീടിനകത്തേക്ക് വരാൻ പേടിയാണെങ്കിലേ ഞാൻ അകത്തേക്ക് പോ. ഒരു ഓട്ടോ ബഹളമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ചൂട് വെള്ളത്തിലൊന്ന് കുളിച്ച് റെസ്റ്റ് എടുക്കണം.